ഈ വീഡിയോ എന്തിനു കാണണമെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. എക്സൽ പഠിച്ച് ജോലി കിട്ടുമോ എന്നുള്ളതല്ല, ബട്ട് എക്സൽ പഠിച്ച് നിങ്ങൾക്ക് വരുമാനം നേടാം. എക്സൽ പഠിച്ച് നിങ്ങൾക്കും ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് യൂട്യൂബിൽ. അതിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതുമാണ്. നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നതാണ്. എക്സൽ മാത്രമല്ല, പല കാര്യങ്ങളും വെച്ച് വീഡിയോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 5000 രൂപ ചിലവാക്കാനുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് വാങ്ങി നിങ്ങൾക്കും ഇതുപോലുള്ള വീഡിയോസ് ഇതേ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതും പഠിക്കാൻ പോകുന്നതും സീക്വൻസ് എന്ന എക്സലിലെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയെ കുറിച്ചാണ്. എക്സലിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സൽ ഷീറ്റ് തന്നെ 1 മുതൽ 1000 വരെയോ 10000 വരെയോ നിങ്ങളോട് സീരിയൽ നമ്പറായി താഴോട്ടോ അല്ലെങ്കിൽ റൈറ്റിലോട്ടോ എഴുതാൻ പറഞ്ഞാൽ, മീൻസ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലെ 1 എൻ്റർ, 2 എൻ്റർ, 3 എൻ്റർ, 4 എൻ്റർ. ഇതൊന്നും ഒരു നടക്കുന്ന കാര്യമല്ല, എങ്കിലും നിങ്ങൾ ഇതിനായിരിക്കും ട്രൈ ചെയ്യുക. ഇനി അല്ല എങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ കുറച്ചുകൂടി എളുപ്പമാകുന്നൊരു വഴിയാണ്. 1 എന്ന് എഴുതി നമുക്ക് ആ സെല്ല് സെലക്ട് ചെയ്ത് കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് കൊണ്ട് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ ഇതുപോലെ നമുക്ക് എഴുതാവുന്നതാണ്. എന്നാൽ ഡെയിലി എക്സൽ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ 1 മുതൽ 1000മോ 10000മോ എഴുതാൻ അയാൾക്ക് വെറും സെക്കൻഡുകൾ കൊണ്ട് എഴുതാവുന്നതാണ്. അതിനുപയോഗിക്കുന്ന ഫംഗ്ഷനാണ് സീക്വൻസ് ഫംഗ്ഷൻ. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ഫോർമുല എഴുതി തുടങ്ങാം. ഈക്വൽ സീക്വൻസ് ബ്രാക്കറ്റ് ഓപ്പൺ 1000 ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 1 മുതൽ 1000 വരെ ഒരു സെക്കൻഡ് പോലും എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര എളുപ്പത്തിൽ നമുക്ക് 1000 ആയത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് ഈ സീരിയൽ നമ്പറുകൾ തന്നെ ABC1, ABC2, ABC3 എന്നൊരു മെത്തേഡിൽ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഈക്വൽ ഡബിൾ കോട്ട്സ് ABC സ്പേസ് വേണമെങ്കിൽ നിങ്ങൾക്കിടാം, ഞാനിവിടെ സ്പേസ് ഇടുന്നുണ്ട്. ഡബിൾ കോട്ട്സ് ആംപേഴ്സൺ സീക്വൻസ് ബ്രാക്കറ്റ് ഓപ്പൺ 1000 ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ABC1 തൊട്ട് ABC1000 വരെ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി അടുത്തതായി ഇതുപോലെ നമുക്ക് റൈറ്റിലേക്ക് വേഗത്തിൽ എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഈക്വൽ സീക്വൻസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ 1, 1000 ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റൈറ്റിലേക്ക് 1000 വരെ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ വളരെ വേഗത്തിൽ ടൈപ്പ് ചെയ്തു. അതിനായി നേരത്തെ കാണിച്ച ഫോർമുലയിൽ നിന്നും ചെറിയൊരു വ്യത്യാസം മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. ഈ കാണുന്ന പോലെ 1, എന്ന് 1000 എന്ന ടാർഗറ്റിന് മുമ്പായി നമ്മൾ ചേർത്തിട്ടാണ് ഇപ്പോഴത്തെ ഫോർമുല എഴുതിയത്. ഇനി അടുത്തതായി അക്കങ്ങളുടെ കൂടെ ABC എന്നുകൂടി ചേർത്ത് നമുക്ക് റൈറ്റിലേക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഈക്വൽ ഡബിൾ കോട്ട്സ് ABC സ്പേസ് ഡബിൾ കോട്ട്സ് ആംപേഴ്സൺ സീക്വൻസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ 1, 1000 ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കായി ABC1 തൊട്ട് ABC1000 വരെ നമ്മൾ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ടൈപ്പ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയും സീക്വൻസ് ഫംഗ്ഷനെ കുറിച്ച് തന്നെ ആയിരിക്കും. സീക്വൻസ് ഫംഗ്ഷനെ കുറിച്ച് ഡേറ്റുകൾ എങ്ങനെ ക്രമീകരിക്കാം എന്നൊക്കെയുള്ള ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക.